മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട്. മമ്മൂട്ടിക്ക് MP ആകാൻ കിട്ടിയ അവസരം ഇല്ലാതാക്കിയത് ചില പ്രമുഖരാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മമ്മൂട്ടി രാജ്യസഭാ MP ആവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും ഇത് ഇല്ലാതാക്കിയത് ചിലരുടെ ഗൂഢാലോചനയാണ് എന്നും ആരോപിച്ച് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് മമ്മൂട്ടിക്ക് കിട്ടേണ്ട രാജ്യസഭാ സീറ്റ് ബ്രിട്ടാസ് ചതിയിലൂടെ തട്ടിയെടുത്ത സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആലപ്പി അഷ്റഫ്. യൂട്യൂബ് ചാനലിലെ കണ്ടതും കേട്ടതും പരമ്പരയിലാണ് വിവാദ വീഡിയോ. മമ്മൂട്ടിയെ രാജ്യസഭാംഗമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചത് മനസ്സിലാക്കിയ ജോൺ ബ്രിട്ടാസ് ആണ് ചതി പ്രയോഗം നടത്തിയത്. കൈരളി പാർട്ടി ചാനൽ കോട്ടയിലുള്ള രാജ്യസഭാ സീറ്റ് ചെയർമാൻ മമ്മൂട്ടിക്ക് കിട്ടുന്നത് MD ആയ ബ്രിട്ടാസിന് സാധിച്ചില്ല. പിണറായി പങ്കെടുത്ത കൈരളി യോഗത്തിൽ മമ്മൂട്ടിക്കെതിരെ ബ്രിട്ടാസിന്റെ കിങ്കരന്മാർ വിമർശനം നടത്തിയെങ്കിലും ഫലമൊന്നും തന്നെ ഉണ്ടായില്ല. ഇരിയട അവിടെ എന്ന് ആക്രോശിച്ച് പിണറായി വിജയൻ മമ്മൂട്ടി വിരോധികളെ അടിച്ചിരുത്തി. അതിനുശേഷമായിരുന്നു ബ്രിട്ടാസിന്റെ കൊടും ചതി പ്രയോഗം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാധ്യമ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്നത് ബ്രിട്ടാസിന് ചതി നടത്താൻ സൗകര്യമായി മാറി. സർക്കാരിന്റെ ചില നിലപാടുകളിൽ മമ്മൂട്ടിക്ക് വിയോജിപ്പുണ്ടായിരുന്നത് ബ്രിട്ടാസ് അവസരമാക്കി. ബ്രിട്ടാസുമായി ഫോണിൽ സംസാരിക്കവേ മമ്മൂട്ടി മനസ്സ് തുറന്ന് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി. സ്പീക്കർ ഫോണിൽ സംഭാഷണം മുഖ്യമന്ത്രിയും കേൾക്കുന്നുണ്ട് എന്ന കാര്യം മമ്മൂട്ടി അറിഞ്ഞതുമില്ല. മമ്മൂട്ടിയുടെ വാക്കുകൾ കേട്ട് ക്ഷുഭിതനായ പിണറായി രാജ്യസഭാ സീറ്റ് വെട്ടി. കൈരളി കോട്ടയിൽ ബ്രിട്ടാസ് രാജ്യസഭയിൽ എത്തുകയും ചെയ്തു. ഉറപ്പിച്ചിരുന്ന രാജ്യസഭാ സീറ്റ് നഷ്ടമായതിനെ കുറിച്ച് മമ്മൂട്ടി രഹസ്യമായി അന്വേഷിച്ചു. കാരണമറിഞ്ഞ റിയാസ് ഇക്കാര്യം മമ്മൂട്ടിയെ അറിയിക്കുകയും ചെയ്തു. ആലപ്പി അഷ്റഫ് വൻ വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. മമ്മൂട്ടി ഫാൻസുകാർ ആലപ്പി അഷ്റഫിന്റെ വീഡിയോയ്ക്ക് കീഴിൽ ബ്രിട്ടാസിന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മമ്മൂട്ടി ആ വിഷയത്തിൽ ശരിക്കും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ബ്രിട്ടാസ് ഫോൺ സംഭാഷണം സ്പീക്കറിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. മമ്മൂട്ടി ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രിയെ നിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ മമ്മൂട്ടി ചോദിച്ചിരുന്നു. ഇത് മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുകയും ഇതോടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിയൊരു ഭാവമാറ്റം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ വിവരം മറ്റാരോ മമ്മൂട്ടിക്ക് ചോർത്തി നൽകുകയും ചെയ്തു. ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ച അദ്ദേഹം ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു. ശേഷം അത്തരത്തിൽ സംസാരിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പിണറായിയെ ബോധ്യപ്പെടുത്തി പ്രശ്നം പരിഹരിച്ച ശേഷമാണ് അവിടെ നിന്നും അദ്ദേഹം മടങ്ങിയത്.